എല്ലാ മാന്യ പ്രേക്ഷകർക്കും സിംപ്ലി ക്രിയേറ്റീവ് ദേവി മുരളി ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണേ. ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. വീഡിയോ കണ്ടതിന് ശേഷം ലൈക്കും കമൻറ്റും നൽകി ഷെയർ ചെയ്യുക. സിംപ്ലി ക്രിയേറ്റീവ് ദേവി മുരളി ചാനൽ അവതരിപ്പിക്കുന്ന ഞാനും എൻ്റെ ആത്മസഖിയും എന്ന തുടർക്കഥയിലേക്ക് എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. രചന ദേവു, ഹൈദരാബാദ്. ആവിഷ്കരണം കെ മുരളീധരൻ. ഉറക്കം നഷ്ടപ്പെട്ട ദേവൻ അതിരാവിലെ തന്നെ എഴുന്നേറ്റു. ജനാലകൾ തുറന്നിട്ട് വെറുതെ പുറത്തേക്ക് നോക്കി. അകലെയായി ശിവക്ഷേത്രം കാണാമായിരുന്നു. അമ്പലത്തിലെ ഓങ്കാരനാദവും. പെട്ടെന്ന് മനസ്സിൽ ഒരു ഐഡിയ വന്നു. ഞാൻ എൻ്റെ സുന്ദരി ആദ്യമായി കണ്ടത് ആ അമ്പലനടയുടെ മുന്നിൽ വെച്ചായിരുന്നു. എന്നും അവിടെ പോയി ശിവനോട് പ്രാർത്ഥിച്ചാലോ? എന്തെങ്കിലും അവളെ കണ്ടെത്താൻ കഴിഞ്ഞാലോ? എന്തോ വല്ലാത്തൊരു ഉന്മേഷം തോന്നി. പെട്ടെന്ന് റെഡിയായി അമ്പലത്തിലേക്ക് പുറപ്പെട്ടു. അമ്മയ്ക്ക് സന്തോഷമായി. എൻ്റെ മോൻ്റെ വിഷാദഭാവം പോയിരിക്കുന്നു, അമ്മ മനസ്സിൽ പറഞ്ഞു. അങ്ങനെ ദിവസവും മഞ്ഞുതുള്ളിയെ തേടിയുള്ള എൻ്റെ യാത്ര തുടർന്നുകൊണ്ടിരുന്നു. ഒരു ദിവസം അപ്രത്യക്ഷമായി ആ കുട്ടി അമ്പലനടയിൽ പ്രദക്ഷിണം നടത്തുന്നത് കണ്ട് തൊഴുതു മടങ്ങുമ്പോൾ ആൽത്തറയിൽ നിന്നുകൊണ്ട് അവളെ കാണാം എന്ന പ്രതീക്ഷയിൽ ദേവൻ അവിടെ കാത്തു നിന്നു. പ്രതീക്ഷിച്ചതുപോലെ അവൾ മടങ്ങാൻ നേരം ആൽത്തറയിലേക്ക് ഒളി കണ്ണിട്ട് നോക്കി. ദേവൻ്റെ ഹൃദയം വല്ലാതെ ഇടിക്കാൻ തുടങ്ങി. ഞാൻ കാണുന്നത് സ്വപ്നമോ സത്യമോ? ദേവന് സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. സാക്ഷാൽ പാർവതി ദേവി മുന്നിൽ പ്രത്യക്ഷമായതുപോലെ ശിവനെ മനസ്സിൽ ധ്യാനിച്ച് സകല ധൈര്യവും സംഭരിച്ചുകൊണ്ട് ദേവൻ അവളോട് ചോദിച്ചു, കുട്ടിയുടെ പേരെന്താ? എൻ്റെ പേര് ദേവനന്ദ. എന്താ ചോദിച്ചത്? അവൾ തിരിച്ചു ചോദിച്ചു. എൻ്റെ പേര് ദേവൻ, ഞാൻ പറഞ്ഞു. ഞാൻ ചോദിച്ചില്ല, അവൾ തിരിച്ചടിച്ചു. അയ്യോ, ഞാൻ വെറുതെ പറഞ്ഞു എന്നേ ഉള്ളൂ. ദേവനാകെ ചമ്മിപ്പോയ അവസ്ഥയിലായി. മിസ്റ്റർ, നിങ്ങൾക്ക് എന്താ വേണ്ടത്? അവൾ ചോദിച്ചു. അയ്യോ, ഒന്നും വേണ്ടിയിട്ടല്ല, വെറുതെ ചോദിച്ചു, അത്രമാത്രം. സത്യത്തിൽ എന്തു പറയണമെന്ന് ദേവൻ അറിയില്ലായിരുന്നു. ഞാൻ പോകുന്നു. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സംശയമുണ്ടോ? അവൾ ചോദിച്ചു. ഒന്നുമില്ല. എങ്കിലും ഒന്ന് ചോദിക്കട്ടെ, നാളെയും ഇവിടെ തൊഴാൻ വരുമോ? ദേവൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരം അവളിൽ നിന്നുള്ള രൂക്ഷമായൊരു നോട്ടമായിരുന്നു. പതുക്കെ ആ മുല്ലപ്പൂ സുഗന്ധം നടന്നകന്നു. നന്ദ വീട്ടിലെത്തി. അവളുടെ മനസ്സിൽ പലവിധ ചിന്തകൾ കടന്നുകൂടി. ആരാണ് ഈ ദേവൻ? അയാൾ എന്തിനാണ് എന്നെ കാത്തു നിൽക്കുന്നത്? ഒന്നും മനസ്സിലായില്ല. പതുക്കെ ഞാൻ ഗാർഡനിൽ പോയിരുന്നു. വീണ്ടും ദേവൻ മനസ്സിലേക്ക് വന്നു. എന്തോ ഒന്ന് മനസ്സിനെ പിടിച്ചുലക്കുന്നു. അയാളായിരിക്കും. ആരെങ്കിലും ആവട്ടെ. വീണ്ടും മറക്കാൻ ശ്രമിച്ചു. പക്ഷെ മറക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം കൂടുതൽ ഓർമ്മിക്കുകയായിരുന്നു. വീണ്ടും അയാളെ കാണണം എന്നുള്ള ആഗ്രഹം ശക്തമായി മനസ്സിൽ വന്നു. നാളെ ശിവൻ്റെ അടുത്തേക്കൊന്ന് പോയാലോ? അയ്യോ വേണ്ട. മനുവേട്ടൻ്റെ മുഖം പെട്ടെന്ന് ഓർമ്മയിലെത്തി. ഞാനും എൻ്റെ ആത്മസഖിയും തുടർക്കഥയുടെ 2ാം ഭാഗം ഇവിടെ അവസാനിക്കുന്നു. ഇല്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണേ. ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം
ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. വീഡിയോ കണ്ടതിന് ശേഷം ലൈക്കും കമൻറ്റും നൽകി ഷെയർ ചെയ്യണം.